പാലായിൽ വ്യാപാരി ആക്രമിച്ചെന്ന കേസിൽ പരാതി, എന്നാൽ തന്നെ കുടുക്കാനുള്ള ശ്രമമെന്ന് പാലായിലെ വ്യാപാരിയായ ടോമി കുറ്റിയാങ്കൽ. മുൻവൈരാഗ്യം തീർക്കാനുള്ള ശ്രമമെന്നും ടോമി കുറ്റിയാങ്കൽ പാലാ മീഡിയ ക്ലബ്ബിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഞാൻ ലയൺസ് ക്ലബ്ബ് പാലാ സ്പേസ് വാലിന്റെ മുൻ പ്രസിഡന്റ് ആയിരുന്നു. ഏതാണ്ട് 17 വർഷമായിട്ടാണ് മെമ്പറാണ്. ആ ക്ലബ്ബിൽ നിന്നും ഒരു വ്യക്തി ഡിസ്ട്രിക്റ്റിന്റെ ഗവർണറായി, ലയൺസിന്റെ ഗവർണർ എന്ന് പറഞ്ഞാൽ ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട ജില്ല ഉൾപ്പെടുന്ന 318 ബിയുടെ ഗവർണർ. ഏതാണ്ട് 3000-ഓളം അംഗങ്ങളുണ്ട്. ഈ ഗവർണറായതിനു ശേഷം ഇവരൊരു ടീമാണ്. ആ ടീമിൽ ഡോളർ കുട്ടി എന്നറിയപ്പെടുന്ന ഒരു വ്യക്തിയുണ്ട്, ഈ ഗവർണറായ വ്യക്തിയുണ്ട്, ഒരു മുൻ MLA-യുടെ അനിയനുണ്ട്, അനിയൻ്റെ മകനുണ്ട്. ഇന്ന് ഈ ക്ലബിനെ നിയന്ത്രിക്കുന്ന പ്രസിഡന്റ് കാഞ്ഞാറുകാരനാണ്. ഈ ക്ലബിനെ നിയന്ത്രിക്കുന്ന സെക്രട്ടറി പൂഞ്ഞാറുകാരനാണ്. ഈ ക്ലബിൻ്റെ ട്രഷറർ എന്ന് പറയുന്ന ആൾ പാതുവാരാണ്. അപ്പോൾ പാലായിലിരിക്കുന്ന ഒരു ക്ലബിനെ നിയന്ത്രിക്കുന്ന ഇവരാണെന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ എന്താണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇദ്ദേഹത്തിനെതിരെ വലിയൊരു അഴിമതി ആരോപണം തെളിവ് സഹിതം ഞാൻ ഉന്നയിച്ചു. അത് ഉന്നയിക്കേണ്ട ഫോർത്തിൽ തന്നെയാണ് ഉന്നയിച്ചത്. ഉന്നയിച്ചതിന് ശേഷം 2.5 വർഷമായി. ഉന്നയിച്ചതിന് ശേഷം എന്നെ ഏത് രീതിയിലും മകത്തിടാനുള്ള ശ്രമങ്ങൾ നിരവധി തവണ നടന്നു. എന്നാലും ഞാൻ ഒരു പൊതുപ്രവർത്തന രീതിയിൽ പരസ്യമാക്കാൻ പോയില്ല. ഞാനും എൻ്റെ കുടുംബവും ഇത് സഹിച്ചു, ക്ഷമിച്ചു. പക്ഷേ ഇനി പറ്റില്ല. അവസാനം എനിക്ക് ജീവന് ഭീഷണി ഉണ്ട് എന്ന് ഗവൺമെൻറ്റിന് ബോധ്യപ്പെട്ടിട്ട് എനിക്ക് പിസ്റ്റൾ ലൈസൻസ് ഉണ്ട്. ആ പിസ്റ്റളുമായിട്ട് നടക്കുന്ന ആളാണ് ഞാൻ. ആ പിസ്റ്റളിൻ്റെ ലൈസൻസ് കളയാനായിട്ട് ശ്രമിച്ചു. ഞാൻ തോക്ക് ചൂണ്ടി എന്നും പറഞ്ഞ് ലയൺസ് ക്ലബ്ബ് പാലാ സ്പൈസ് വാലി ക്ലബ്ബിൽ നടന്ന 32 പേര് പങ്കെടുത്ത ഒരു മീറ്റിങ്ങിൽ ഞാൻ തോക്ക് ചൂണ്ടി എന്ന് ഈ MLA-യുടെ അനിയൻ്റെ മകനും ഈ പാതുവ സ്വദേശിയും ഈ കാഞ്ഞാർ സ്വദേശിയും മൊഴി കൊടുത്തിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് എൻ്റെ പേരിൽ FIR ഇട്ടു. ഞാൻ ഇവിടെ ഇരുന്ന് പോലീസ് ഉദ്യോഗസ്ഥരോട് പറഞ്ഞു, 32 പേര് പങ്കെടുത്ത മീറ്റിംഗിൽ ആ 30 പേരോട് നിങ്ങൾ ചോദിച്ചിട്ട് കേസെടുത്ത് എനിക്ക് കുഴപ്പമില്ല. അപ്പോൾ എൻ്റെ തോക്ക് ലൈസൻസ് കളയണമെന്ന് പാലായിലെ ഒരു സ്വർണ്ണ വ്യാപാരിയായ ആൾക്ക് വലിയ ആഗ്രഹമുണ്ട്. അദ്ദേഹം എന്നോട് വൈരാഗ്യം പുലർത്തുന്നതാണ്. അദ്ദേഹത്തിൻ്റെ കൈ തോക്കുണ്ട്, എൻ്റെ തോക്ക് ലൈസൻസ് കളയണം. അതിനുവേണ്ടിയാണ് ഉദ്യോഗസ്ഥന്മാരടക്കം അതിന് ശ്രമിച്ചു. അതിനെതിരെ ഞാൻ പരാതി കൊടുത്തു. കളക്ടർ എൻ്റെ തോക്ക് ലൈസൻസ് അന്വേഷിക്കാതെ തന്നെ റദ്ദാക്കി. ഞാൻ അതിനുശേഷം ആ തോക്ക് ലൈസൻസ് കിട്ടാൻ വേണ്ടി അപ്പീൽ അതോറിറ്റിക്ക് പരാതി കൊടുത്തു. അപ്പീൽ അതോറിറ്റി IAS കൗശൽ സാറിന് പരാതി കൊടുത്തു. ആ പരാതി 6 മാസത്തോളമായി കേൾക്കാതെ വന്നപ്പോൾ ഞാൻ ഹൈക്കോടതിയെ സമീപിച്ചു. എൻ്റെ ഇതിലൊരു തീരുമാനമെടുക്കണമെന്ന് പറഞ്ഞ് ഹൈക്കോടതിയെ സമീപിച്ചു. ഹൈക്കോടതി അതിൻ്റെ ഡയറക്ഷൻ കൊടുത്തപ്പോൾ ആ കളക്ടർ റദ്ദാക്കി ഇത് ശരിവെച്ചുകൊണ്ട് ഉത്തരവ്. അപ്പോൾ ഞാനതിനെ വീണ്ടും ഹൈക്കോടതിയെ സമീപിച്ചു. ഞാനിങ്ങനെ ചെയ്തിട്ടില്ല, ഇത് അന്വേഷിക്കണം. അങ്ങനെ ഹൈക്കോടതി പോലീസിനോട് വിശദീകരണം ചോദിച്ചു. പോലീസിൻ്റെ വിശദീകരണം തൃപ്തികരമല്ലാത്തതിനാൽ ഹൈക്കോടതി പറഞ്ഞു അത് വിശദമായ സ്റ്റേറ്റ്മെൻറ്റ് ഗവൺമെൻറ് എഴുതി തരണമെന്ന് ആവശ്യപ്പെട്ടു. അങ്ങനെ അതിനുശേഷം ഈ കേസ് വീണ്ടും ഹൈക്കോടതിയിൽ പരിഗണനയ്ക്കിരിക്കുകയാണ്. 14 ദിവസം കഴിയുമ്പോഴത്തേക്കും വീണ്ടും കോടതിക്ക് പരിഗണിക്കും. അതിനുശേഷം വീണ്ടും ഉണ്ടായ സംഭവം ഈ കഴിഞ്ഞ ദിവസം ഓണത്തിന് ഞാൻ എൻ്റെ കൂട്ടുകാരൻ്റെ വീട്ടിലായിരുന്നു ഫാമിലിയായിട്ട് ഓണാഘോഷം. അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ കടയിലോട്ട് ചെല്ലുമ്പോൾ കാണുന്ന ഭാഗം എന്ന് പറയുന്നത് കണ്ടിട്ടില്ലാത്ത 8 നേപ്പാളികൾ എൻ്റെ കടയിൽ മദ്യപിച്ച് വെള്ളം ഉണ്ടാക്കുകയാണ്. ഉടനെ ഞാൻ കരുതിയത് എന്താണെന്ന് ചോദിച്ചപ്പോൾ ആ വെയിറ്റ് ഷെഡിൽ നിന്നവരും വഴിയെ പോയവരും എല്ലാവരും ഇറച്ചി കടയ്ക്കകത്തോട്ട് കയറി. ഇത് വലിയൊരു 10-100 പേര് കൂടി. എല്ലാവരും എന്നെ അറിയുന്നതല്ലേ, പാലായിൽ ജനിച്ച് വളർന്ന എന്നെ അറിയുന്ന. അപ്പം എൻ്റെ കട വിഷയം എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ ഇറച്ചിട്ടത്. ആരെന്താണെന്ന് പോലും എനിക്കറിയത്തില്ല. ഞാൻ പെട്ടെന്ന് പാലാ CIനെ വിളിച്ചു, പ്രിൻസ് സാറിനെ വിളിച്ചു. പ്രിൻസ് സാർ എൻ്റെ കടയിൽ ഇങ്ങനെ വലിയ വിഷയം നടക്കുക, ആരെന്നാണെന്നൊന്നും അറിയില്ല. അപ്പോൾ സാറ് പെട്ടെന്ന് പോലീസിനെ വിടണമെന്ന് പറഞ്ഞു. പോലീസ് വന്നു, ഹൈവേ പെട്രോളിൻ്റെ പോലീസ് ഒരു കുഞ്ഞാ സാർ വന്നു. കുഞ്ഞാ സാറിൻ്റെ ഒരാളെ പെടുത്തും കിട്ടി, നേപ്പാളുകാരനെ. ഇതിനിടയ്ക്ക് ഒരു മലയാളി വന്ന് ഈ നേപ്പാളുകാരെ സംരക്ഷിച്ചുകൊണ്ട് വർത്തമാനം പറഞ്ഞപ്പോൾ അവനെ ഈ നാട്ടുകാരെല്ലാം കൂടി കൈകാര്യം ചെയ്തു. ഇദ്ദേഹം എന്ത് ചെയ്തു? ഇദ്ദേഹം പോയി പാലാ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റ് ആയതിനു ശേഷം പിന്നെ നടന്ന എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്നെ കൊടുക്കാൻ എൻ്റെ പേരിൽ FIR ഇട്ടു. എൻ്റെ പേരിൽ FIR ഇട്ട് ഞാൻ തല്ലിയെന്ന് പറഞ്ഞു. ഞാൻ അദ്ദേഹത്തിൻ്റെ മേത്ത് പോലും തൊടാത്ത ആളാണ്. എന്നിട്ട് പോലീസ് എന്നെ വിളിപ്പിച്ചു. എന്നോട് വളരെ മോശമായിട്ട് SI ദിലീപ് കുമാർ വളരെ മോശമായിട്ട് എന്നോട് പെരുമാറി. 3 മണിക്കൂർ എന്തിനാ എന്നെ വിളിപ്പിച്ചെന്ന് പോലും ചോദിക്കാതെ പോലീസ് കസ്റ്റഡി വെച്ചു. ഞാൻ വളരെ മുകളിലോട്ട് ട്രിവാൻഡ്രമായിട്ട് ബന്ധപ്പെട്ടു. ഉടൻ തന്നെ എന്നോട് പൊക്കോളാൻ പറഞ്ഞു. അതിനപ്പോൾ എനിക്ക് മനസ്സിലായി ഈ ഗവർണറുടെ കസിൻ്റെ വണ്ടി ഓടിക്കുന്ന ആളാണ് ഈ പരാതിക്കാരൻ. അപ്പോൾ ഇതെല്ലാം കൂട്ടി വായിച്ചപ്പം അടുത്ത കേസിലൂടെ എന്നെ പെടുത്തുകയാണ്. അത് കുഴപ്പമില്ല, ഞാൻ നോക്കിക്കളാം. കേസിൽ കൊണ്ട് അങ്ങനെയൊന്നും പേടിപ്പിച്ചാൽ അങ്ങനെ പേടിക്കുന്ന ആ ഒരു കുടുംബത്തിലെ ആളൊന്നുമല്ല ഞാൻ. അപ്പോൾ അതിന് മുമ്പും ഒരു വിഷയം ഉണ്ടായി. എൻ്റെ കൂട്ടിക്കിടന്ന ബാത്റൂമിനകത്ത് ഒരു ബംഗാളി കയറി. ഞാൻ ഓറ് തുറന്ന് കഴിപ്പം ഇതിൻ്റെ അകത്തുനിന്ന് ചാടി പോകുന്നു. ഇതിന് മുകളിൽ ഷീറ്റില്ല. അപ്പോൾ 3 പേരുണ്ട്. അവരെ പിടിച്ചു പോലീസ്, പറയാതെ വിട്ടു. എന്താണെന്ന് പോലും ചോദിക്കാതെ വിട്ടു. അപ്പം ഈ തരത്തിൽ എന്നെയും എൻ്റെ ബിസിനസ്സിനെയും എൻ്റെ കുടുംബത്തെയും ശാരീരികമായിട്ടും മാനസികമായിട്ടും സാമ്പത്തികമായിട്ടും തകർക്കാൻ ശ്രമിക്കുന്ന ഒരു ടീം ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ഇത് വർഷങ്ങളായിട്ടുള്ളതാണ്. ഇപ്പോൾ എനിക്ക് കൂടുതൽ ഇവർ പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഞങ്ങളെ തൊടുന്ന ഒരുത്തിനും വിടൂല്ല, ഞങ്ങൾ തകർത്തുകളായി. ഏത് കേസിലും എന്നെ കൊടുക്കും. അത് ഞാൻ ഉന്നത ആളുകളുടെ അടുത്ത് സ്റ്റേറ്റ്മെൻ്റായിട്ട് തന്നെ എഴുതി കൊടുത്തിട്ടുണ്ട്. ഒന്നേ എൻ്റെ കടയിൽ കഞ്ചാവ് വെക്കും, അല്ലെ മയക്കുമരുന്ന് വെക്കും, അല്ലെ ചാരായം വെക്കും, അല്ലെ പോക്സോ കേസിൽ പെടുത്തും. ഞാൻ തയ്യാറാണ്.